ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിധൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് മീൻ പൊള്ളിച്ചത് എങ്ങനെ തയ്യാറാക്കാമെന്നൊരു റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ആദ്യം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ അയല മീനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 6 വെളുത്തുള്ളി, ഒരു 6-7 ചുവന്നുള്ളി, 1/2 സ്പൂൺ പെരുംജീരകം, പിന്നെ വേണ്ടത് 2 പച്ചമുളകാണ്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ വേണം. ഇതൊന്ന് ആദ്യം നന്നായിട്ട് ചതച്ചെടുക്കണം. ഇതിനു വേണ്ടി മീൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഇതുപോലൊരു പ്ലേറ്റിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3/4 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു 1/2 സ്പൂൺ ലെമൺ ജ്യൂസാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മീനിലൊന്ന് നന്നായി തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ എല്ലാ സൈഡിലും നല്ലതുപോലെ മസാല പിടിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എങ്കിലേ ആ മസാലയൊക്കെ മീനിലൊന്ന് നന്നായിട്ട് പിടിച്ചു വരൂ. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഇത് മാറ്റി വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായി വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3/4 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് സ്പൈസി ആയിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് മുളക് പൊടിയുടെ അളവ് കുറക്കാം. എരിവൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പൊള്ളിക്കുന്നതിന് വേണ്ടി റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ഇതുപോലൊരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 സ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷമാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിന് മുകളിൽ മസാല വീണ്ടും ചേർത്ത് കൊടുക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ മസാല ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ 2 മീനും റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഒരു പാൻ വെച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം.
ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏതാണ്ട് ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും മൂടി വെച്ച് നമുക്കൊരു 15 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും തുറന്നിട്ടുണ്ട്. രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഒരെണ്ണം നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തതും കൂടെ തുറന്ന് നോക്കാം. അപ്പോൾ രണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട്. രണ്ടും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വളരെ സ്പൈസി ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതാണിത്. ഇനി നമുക്കിതൊന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് കഴിക്കാനായിട്ടും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.